സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കം കുറിച്ചു. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാർച്ച് 4-ന് ആരംഭിച്ച പരീക്ഷ 25-ന് അവസാനിക്കും. കഠിനമായ ചൂടിലും പരീക്ഷാ ചൂടുവിടാതെ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്കെത്തി. 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം പരീക്ഷ എഴുതിയത്. മാർച്ച് 4-ന് ആരംഭിച്ച പരീക്ഷ 25-ന് അവസാനിക്കും. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുക. SSLC പരീക്ഷ ഇന്ന് ആരംഭിച്ചു. ഇന്ന് മലയാളം ഫസ്റ്റ്, ഇന്ന് സ്കൂളിൽ സാൻസ്ക്രിറ്റ് ഉള്ളതുകൊണ്ട് സാൻസ്ക്രിറ്റ്, അങ്ങനെയാണ് പരീക്ഷ. ആകെ 152 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. കൃത്യസമയത്ത് തന്നെ കുട്ടികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരീക്ഷ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവിധ തയ്യാറെടുപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്തു തരാനുള്ളത് കൃത്യമായും പൂർത്തീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ പറഞ്ഞ സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തി. ടീച്ചേഴ്സ് എല്ലാവരും എത്തി, കുട്ടികളും എല്ലാവരും കൃത്യസമയത്ത് എത്തി. അതേസമയം പരീക്ഷാ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പുതിയ രുചി, കിടിലൻ ആംബിയൻസ്, അതൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സോൾട്ട് റെസ്റ്റോറന്റിൽ ലഭിക്കും. മാത്രമല്ല സോൾട്ട് സ്പെഷ്യൽ ഐറ്റംസ് ആയ കാഫ്, ഷർമി, ഷാക്ക്, ഫിറ, ബുസായി ബീഫ് എന്നിങ്ങനെ 45ഓളം സോൾട്ട് സ്പെഷ്യൽ ഐറ്റംസും നിങ്ങളെ കാത്തിരിക്കുന്നു.